നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് കുറുമയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇത് മൂന്നായിട്ട് എടുത്തേക്കുന്നത്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സബോള അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ഗ്രാമ്പു, ഒരു ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് പെരുംജീരകം, അതായത് വലിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ നമ്മൾ ഈ ഒരു കുരുമുളകിൻ്റെ എരിവാണ് നമ്മുടെ ഈ കുറുമക്കറിയിലേക്ക് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുരുമുളക് പൊടി ചേർത്താലും മതി. ഇനി മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് റെഡി ആയിക്കട്ടെ. നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒരു അര മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന ആ ഒരു പരുവ വരെയാണ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വീണ്ടും വഴറ്റി കൊടുക്കാം. അതായത് ഈ ഒരു മുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് ഒന്ന് മാറുന്ന വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുത്ത് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് അരച്ചെടുക്കണം. നാളികേരം ചിരകാൻ നോക്കിയപ്പോൾ ഇതേപോലെ വിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ്, സബോള തക്കാളിയൊക്കെയുള്ള മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു മിക്സ് അരച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ അളവ് ഇത്തിരി കൂടിപ്പോയി, പാത്രത്തിൽ ശ്രദ്ധിച്ച് ഇളക്കിയിലേക്കൊക്കെ പുറത്ത് പോകുന്ന ഒരവസ്ഥയിലെത്തി. എന്തായാലും ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജ് കുറുമയുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.